أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. ശിഷ്ടകാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇംഗിതത്തിലായി അവന്റെ റിവയിലായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മയ്യത്ത് കുളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അവിടുത്തെ പ്രാണപ്രേയസിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഗ്തസിലു മിൻ അർബഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 സമയത്ത് അവിടുന്ന് കുളിക്കുമായിരുന്നു. സാധാരണ കുളി കൂടാതെ പ്രത്യേകമായി 4 സമയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഒന്നാമത് മിനൽ ജനാബത്തി, ജനാബത്ത് ഉണ്ടാകുമ്പോൾ, വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ജനാബത്തുണ്ടായാൽ കുളിക്കൽ നിർബന്ധമാണ്. അങ്ങനെ കുളിക്കാതെ നിസ്കരിച്ച നിസ്കാരങ്ങളോ മറ്റുള്ള സൽക്കർമ്മങ്ങളൊന്നും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല. ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, ദിക്റുകൾ ചെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുളി നിർബന്ധമാണ്. കുളികൾ അതും നിയ്യത്ത് വെച്ചുകൊണ്ട് നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്നോ അല്ലെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു, ജനാബത്ത് കുളി ഞാൻ കുളിക്കും, ഇങ്ങനെയൊക്കെ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ വുളൂ ചെയ്യുമ്പോൾ നിയ്യത്ത് വെക്കുന്നത് പോലെ തന്നെ നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കണം. അപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാബത്ത് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് കുളിക്കുമായിരുന്നു. ജുമുഅത്തി, അതുപോലെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് പ്രത്യേകമായി കുളിക്കുമായിരുന്നു. ഒമിനൽ ഹിജാമത്തി, ഹിജാമ കൊമ്പ് വെക്കുക, ശരീരത്തിൽ നിന്നുകൊണ്ട് ചീത്ത രക്തങ്ങൾ എടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് കൊമ്പ് വെക്കുക എന്നുള്ളത്, ഹിജാമ എന്നുള്ളത്. പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ശാസ്ത്രീയമായി ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഉപകരണങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ചികിത്സാ രീതി അത് ഇന്നുമുണ്ട്. ശരീരത്തിൽ നിന്നുകൊണ്ട് ചീത്ത രക്തമെടുക്കുന്ന ഹിജാമ, കൊമ്പ് വെക്കുന്ന രീതി, അത് ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. വഉസ്ലിൽ മയ്യിത്തി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുളിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഗസ്സലൽ മയ്യിത, ഒരാള് മയ്യിത്തിനെ കുളിപ്പിച്ചു എന്നാൽ ഫൽയഗ്തസിൽ, അയാൾ കുളിക്കൽ സുന്നത്താണ്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ശൈലിയായതുകൊണ്ട് നബി തങ്ങളെ ഇത്തിബാ ചെയ്തുകൊണ്ട് കുളിക്കൽ സുന്നത്താണ്. അതുപോലെ വമൻ ഹമല, ഇനി ഒരാൾ മയ്യത്തിനെ ചുമന്നു എന്നാലോ ഫൽ യതവല്ല. നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഒരാൾ മയ്യത്തിനെ ചുമന്നോ മയ്യത്തിനെ പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി എന്നാൽ അയാൾക്ക് നിലവിൽ വുദു ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത് വുദു എടുക്കൽ സുന്നത്താണ്. നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? നമ്മൾ സാധാരണ വുദു ഒക്കെ എടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് വുദു എടുത്തൊക്കെ റെഡിയായിട്ട് നിൽക്കും. എന്നിട്ട് ആ മയ്യത്തിനെ അങ്ങനെ കൊണ്ടുപോയി നേരെ അതേപോലെ തന്നെ നമ്മൾ ആ വുദുവോടുകൂടി നിസ്കരിക്കും. എന്നാൽ നബി തങ്ങളുടെ ശൈലി എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ ചുമന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുമന്ന ആളുകളോട് നബി തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? വുദു ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കാനുണ്ട്. പല സ്ഥലങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ചിലയിടത്ത് ചൂടുവെള്ളം ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു നിർബന്ധ കാര്യം പോലെയാണ് കാണുന്നത്. ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നാച്ചുറൽ സാൾട്ട് വാട്ടർ, പ്രകൃതിയിൽ നിന്നുകൊണ്ടുള്ള ഉപ്പുവെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. മയ്യത്തിനെ കുളിപ്പിക്കുന്നത് കടൽ വെള്ളം, ഉപ്പ്, സാധാരണ വെള്ളത്തിൽ ഉപ്പ് ഇങ്ങനെ ചേർത്തിട്ടുണ്ടാക്കുന്നതല്ല, പ്രകൃതിയിൽ നിന്നുകൊണ്ടുള്ള ശുദ്ധമായിട്ടുള്ള ഉപ്പുവെള്ളം അഥവാ കടൽ വെള്ളം കൊണ്ട് എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വെള്ളം കൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി അല്ലെങ്കിലോ സാധാരണ പച്ചവെള്ളം, തണുപ്പുള്ള വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. പിന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള കാരണങ്ങളുണ്ടെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാവുന്നതാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും മയ്യത്ത് കുളിപ്പിക്കുന്ന സമയമാകുമ്പോൾ ആ ചൂടുവെള്ളം ഉണ്ടാക്കുന്നില്ലേ ഒരു ചോദ്യമാണ്. പിന്നെ അടുപ്പിന് വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളം എന്തോ നിർബന്ധമുള്ളത് പോലെയാണ് പല സ്ഥലത്തും കാണാവുന്നത്. എന്നാൽ അങ്ങനെ ഒരു സുന്നത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ ഇനി മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ ശരീരഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ആക്സിഡന്റിൽ പെട്ടു, കൈ നഷ്ടപ്പെട്ടു, കാല് നഷ്ടപ്പെട്ടു, ചതഞ്ഞറിഞ്ഞു പോയി, ഒന്നും കിട്ടിയില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കിട്ടിയ അവയവത്തിനെ ശുദ്ധിയാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയാൽ മതി. ഇനി ആ കിട്ടാത്ത അവയവത്തിന് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇനി ശരീരത്തിൽ നിന്നുകൊണ്ട് വേർപെട്ടു പോയ ഒരു അവയവമാണ്, അയാളുടെ ആക്സിഡന്റ് പറ്റി കൈയുണ്ട്, പക്ഷെ കൈ ഇങ്ങനെ വേർപെട്ടു പോയി എങ്കിൽ എന്ത് ചെയ്യണം? അത് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തോടൊപ്പം തന്നെ കഫൻ ചെയ്യേണ്ടതാണ്, അതോടൊപ്പം തന്നെ അടക്കേണ്ടതാണ്. ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. മയ്യത്തിന്റെ കഫനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വസ്ത്രങ്ങളാണ് പുരുഷന് ശ്രേഷ്ഠമായിട്ടുള്ളത്. ആകെ മൂടുന്ന 3 വസ്ത്രങ്ങൾ പുരുഷന് ശ്രേഷ്ഠമായിട്ടുള്ളത്. ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം ഉണ്ടായാൽ മതി. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഏറ്റവും വലിയ മക്കയിലെ പണക്കാരനായിരുന്ന ഉമൈർ എന്നവരുടെ മകനായിരുന്നു. ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഉപരോധിക്കപ്പെട്ടു. ഉഹദിൽ വച്ചുകൊണ്ട് രക്തസാക്ഷിയായി കൊല ചെയ്യപ്പെടുന്ന സമയത്ത് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കഫൻ ചെയ്യാൻ വസ്ത്രം തികയുമായിരുന്നില്ല. തലമറക്കുമ്പോ കാല് വെളിവാകും, കാല് മറക്കുമ്പോ തല വെളിവാകും. അവസാനം മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ കഫനായി ഉപയോഗിച്ചത് പുല്ലുകളായിരുന്നു. അപ്പോ ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം. ഇനി അത് കിട്ടിയില്ലെങ്കിലോ പുല്ലുകൊണ്ട് ആ ശരീരത്തെ മൂടണം. പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത് ഒന്നും കിട്ടിയില്ലെങ്കിൽ മണ്ണ് നല്ല ഉണങ്ങിയ മണ്ണ്, ആ മണ്ണ് കൊണ്ടാണെങ്കിൽ പോലും ആ മയ്യത്തിനെ മറക്കണമെന്നാണ്, കഫൻ ചെയ്യണമെന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകെ മൂടുന്ന 3 വസ്ത്രങ്ങളാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനിയോ 4 5 അധികരിപ്പിക്കാവുന്നതാണ് ഒരു കമീസ്.
അല്ലെങ്കിൽ ഒരു തലപ്പാവ്, ഇത് ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ ഈ 3 ശ്രേഷ്ഠമായിട്ടുള്ളത്. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർദിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 75-ാമത്തെ പേജിൽ കാണാവുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫിന ഫീ സലാസതി അസ്വാബിൻ യമാനിയത്തിൻ. ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, നബി തങ്ങൾ വഫാത്തായപ്പോൾ അവിടുത്തെ യമനിയായിട്ടുള്ള 3 വസ്ത്രങ്ങൾ കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്തത്. ബിബീലിൻ വെള്ള വസ്ത്രമായിരുന്നു, മിൻ കുർസുഫിൻ കോട്ടനായിരുന്നു. അങ്ങനെയുള്ള 3 വസ്ത്രങ്ങൾ കൊണ്ടായിരുന്നു, യമനിയായ വസ്ത്രങ്ങൾ കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്തത്. ലൈസ ഫീഹിന്ന ഖമീസുൻ വലാ ഇമാമത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലോ അവിടുത്തെ വേറെ സെപ്പറേറ്റ് ഒരു കമീസോ അല്ലെങ്കിലോ അതേപോലെ തന്നെ തലപ്പാവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിപ്പിച്ചിരുന്നില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. പിന്നെ 5 ആക്കാം എന്നതിന്റെ തെളിവ് എന്താണെന്നറിയുമോ? ലിഅന്ന ഇബ്ന ഉമർ റളിയല്ലാഹു അൻഹുമാ കഫന ഇബ്ന ലഹു ഫീ 5 അത്വാബി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായും ഇബ്നു ഉമർ എന്നവരെ അവിടുത്തെ മകൻ മരണപ്പെട്ട സമയത്ത് 5 കൊണ്ട് കഫൻ ചെയ്തിട്ടുണ്ട്, അഥവാ തലപ്പാവ് ധരിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കമീസ് ധരിപ്പിച്ചിട്ടുണ്ട്. ഈ 3 വസ്ത്രങ്ങൾ കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് 2 കൂടി. അതുകൊണ്ട് അത് അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 3 വസ്ത്രങ്ങളാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീയാണെങ്കിലോ വലഹാ ഹംസത്തു അസ്വാബിൻ. വലഹാ ഹംസത്തുൻ, സ്ത്രീയാണെങ്കിൽ 5 വസ്ത്രങ്ങളാണ്. അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സ്ത്രീയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇസാറുൻ അരയുടുപ്പ്, വഖമീസുൻ അതേപോലെ തന്നെ ഒരു കമീസ് നീളക്കുപ്പായം, വഖിമാറുൻ മുഖമക്കന, വലഫാഫത്താനി മുഴുവനും മൂടുന്ന 2 വസ്ത്രങ്ങൾ. മഹദിയായ ലൈല ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നുണ്ട് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഫന ഫീഹ ബനതഹു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്ത് ലൈല ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാലിസുൻ ഇൻദൽ ബാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഇൻദൽ ബാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു കസേര കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നബി തങ്ങൾ വാതിലിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് ഇങ്ങനെ കിടക്കുകയാണ്. വിഷമത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ നബി തങ്ങൾ കുളിപ്പിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫൻ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ നബി തങ്ങൾ ഇങ്ങനെ എടുത്തു തന്നു. ആദ്യമായി എടുത്തു തന്നത് അരയുടുപ്പായിരുന്നു. പിന്നെ ഒരു നീളക്കുപ്പായം കമീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു തന്നു. പിന്നെ ഒരു മുഖമക്കന നബി തങ്ങൾ എടുത്തു തന്നു. പിന്നെ മുഴുവനും മൂടുന്ന 2 വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു തന്നു എന്ന് മഹദിയായ ലൈല ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യുബ്സതു അഹ്സനുൽ ലഫായിഫി, നല്ല വസ്ത്രം, ഏറ്റവും നല്ല വസ്ത്രം അതായിരിക്കണം ആദ്യമായിട്ട് ഏറ്റവും അടിയിൽ വിരിക്കേണ്ടത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ലത് താഴെ വിരിക്കുക. എന്നിട്ട് അതിൽ ഉലുവാൻ, കുന്തിരിക്കം പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് പുകയ്ക്കുക. നല്ല സുഗന്ധമുണ്ടാവണം. ഊതുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ്, അത് പുകക്കുക. എന്നിട്ടോ ഹനൂത്ത് കർപ്പൂരം, അതേപോലെ നല്ല സുഗന്ധദ്രവ്യം കൊണ്ടുകൊണ്ട് ആ മയ്യത്തും അതിൻ്റെ വസ്ത്രം എന്ത് ചെയ്യുക, അതങ്ങ് അതിൽ തേച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലുണ്ടാവും ഒരു പഴയ മജ്മൂഇൻ്റെ അത്തറ് അല്ലെങ്കിൽ ഒരു കുട്ടിക്കൂറയുടെ അത്തറ്. നല്ല അത്തറ്, നല്ല മണമുള്ളത് വീട്ടിലുണ്ടാവും. എന്നാലോ മരിച്ചു കഴിയുമ്പോൾ ഒരു കുട്ടിക്കൂറ അല്ലെങ്കിൽ ഒരു മജ്മൂയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ തലവേദന എടുത്തിട്ട് നിൽക്കാൻ പറ്റൂല. അത്രയും കുത്തും മണമായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്.
പഴയതുപോലെ ഒരു മണമില്ലാത്ത സാധനം അതങ്ങ് തേക്കും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഈ മജീസുകളിലൊക്കെ കാണാൻ ചില ആൾ നല്ല അത്തർ ഉണ്ടാവും, എന്നാലും ഈ റോസ് വാട്ടർ എന്തോ ഫർള് പോലെ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ആൾക്കാരുടെ തലയിൽ കൂടി അങ്ങോട്ട് ഒഴിക്കും. അതൊക്കെ നമ്മൾ മാറ്റണം. കാലോചിതമായ മാറ്റങ്ങൾ നമുക്ക് വേണം. അതുകൊണ്ട് മയ്യത്ത് മരിച്ചു കിടക്കുമ്പോൾ ഈ പഴയ മജ്മൂഇൻ്റെ അത്തർ എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ചുകൊണ്ടൊന്ന് മാറ്റിയിട്ട് ഏറ്റവും നല്ല അത്തർ, ആൽക്കഹോളില്ലാത്ത നല്ല സുഗന്ധദ്രവ്യം കൊണ്ടുവന്നിട്ട് മയ്യത്തിന്റെ വസ്ത്രങ്ങളിൽ നമ്മൾ തേച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എന്നിട്ട് ആ മയ്യത്ത് തുണി ഇങ്ങനെ വിരിച്ചിട്ട് അതിലെന്ത് ചെയ്യുക? മയ്യത്തിനെ ഇങ്ങനെ കിടത്തുക. മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, 2 കണ്ണുകൾ. ആ കണ്ണുകൾ 9 ശരീരത്തിന്റെ ദ്വാരങ്ങളുണ്ട്, 9 ദ്വാരങ്ങൾ. അതിലെന്ത് ചെയ്യുക? സുഗന്ധം പുരട്ടിയ പഞ്ഞികൾ കൊണ്ടുവന്ന് വെക്കുക. ഏതൊക്കെയാണ് ആ ദ്വാരങ്ങൾ? 2 കണ്ണുകൾ, അതേപോലെ തന്നെ 2 മൂക്കിന്റെ ദ്വാരങ്ങൾ, അതേപോലെ 2 ചെവിയുടെ ദ്വാരങ്ങൾ, അതേപോലെ വായ. ഇപ്പൊ 7 അവയവങ്ങളായി. പിന്നെ മുൻദ്വാരം, പിൻദ്വാരം, അങ്ങനെ 9 ദ്വാരങ്ങൾ ശരീരത്തിന്റെ. ഒന്നുകൂടി പറഞ്ഞു തരാം. 2 കണ്ണുകൾ, അതേപോലെ തന്നെ 2 മൂക്കിന്റെ ദ്വാരങ്ങൾ, 2 ചെവിയുടെ ദ്വാരങ്ങൾ, അതേപോലെ തന്നെ വായ, പിന്നെ മുൻദ്വാരം, പിൻദ്വാരം, ഇങ്ങനെ 9 ദ്വാരങ്ങളിൽ എന്ത് ചെയ്യണം? സുഗന്ധം തേച്ച പന്നികൾ വെക്കണം. അതേപോലെ സുജൂദിന്റെ അവയവങ്ങൾ അത് ഏതൊക്കെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതു അഅ്ളുമിൻ. 7 അവയവങ്ങൾ, ആ 7 അവയവങ്ങൾ സുജൂദിൽ വെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ് ആ അവയവങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും കരുതിയിട്ടുള്ളത് മൂക്ക് സുജൂദിൽ മുട്ടിക്കൽ നിർബന്ധമാണെന്നാണ്. മൂക്ക് മുട്ടിക്കല് സുന്നത്തേ ഉള്ളൂ. നിർബന്ധമായ അവയവങ്ങൾ ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതു അഅ്ളുമിൻ. ഒന്നാമത് നെറ്റിയാണ്. ശ്രദ്ധിക്കുക, സുജൂദ് ശരിയാവണമെങ്കിൽ, നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും സുജൂദ് ശരിയാവണമെങ്കിൽ നെറ്റി എന്ത് ചെയ്യണം? ശരിക്കും മുട്ടിക്കണം. ചിലർ തല ഇങ്ങനെ മുട്ടിക്കും, തലയുടെ ഈ ഭാഗം സുജൂദിൽ ഇങ്ങനെ മുട്ടിക്കും, പക്ഷെ നെറ്റി മുട്ടൂല, സുജൂദ് ശരിയാവുകയില്ല. നെറ്റി. അതേപോലെ തന്നെ 2 കൈയിൻ്റെ വെള്ള, 2 കൈവെള്ള, അതേപോലെ തന്നെ കാൽമുട്ടുകൾ, അതേപോലെ തന്നെ കാൽവിരലുകളുടെ പള്ള. ഈ ഭാഗങ്ങൾ, ഈ 7 ഭാഗങ്ങൾ, ഇതാണ് സുജൂദിന്റെ അവയവങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഭാഗങ്ങൾ. ആ 7 ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം? പഞ്ഞി വെക്കണം. എന്നിട്ടോ അയ്യാഹു, നല്ല വീതിയുള്ള ശീല കൊണ്ട് എന്ത് ചെയ്യണം? ശീലക്കഷണം കൊണ്ട് ചന്തിയുടെ ഭാഗം കെട്ടിക്കൊടുക്കണം. സ്ത്രീ ആണെങ്കിലോ മാറിടം പുലയാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ മാറിടത്തിന്റെ ഭാഗത്തും എന്ത് ചെയ്യണം? കെട്ടിക്കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സുമ്മയുലഫു അലൈഹി ബഅദ ദാലിക ലഫായിഫു. ഇടത്തുഭാഗത്ത് നിന്ന് വലത്തുഭാഗത്തേക്ക് ആദ്യം തുണി മടക്കേണ്ടത്. തുണി മടക്കേണ്ട രൂപം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബുശ്റുൽ കരീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 2-ാം വാള്യം 31-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഒരാൾ എങ്ങനെയാണോ ജീവിതകാലത്ത് തുണി എടുക്കേണ്ടത്. മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായ ഒരു ജീവിത ശൈലിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്ങനെയാ തുണി എടുക്കേണ്ടത്? ആദ്യമായി ഇടതുഭാഗത്ത് നിന്ന് പിന്നെ വലതുഭാഗത്തേക്ക്, അല്ലേ? എന്നിട്ട് പിന്നെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക്. അതാണ് മുസ്ലിമിൻ്റെ തുണി ഉടുക്കുന്ന രൂപം. നമ്മളിൽ പല ആളുകളും അങ്ങനെയല്ല ഉടുക്കുന്നത്. പണ്ഡിതന്മാരായ ആളുകൾ പോലും, അറിവുള്ള ആളുകൾ പോലും പലപ്പോഴും അങ്ങനെയല്ല തുണി ഉടുക്കാറുള്ളത്. നമ്മൾ പറയും ശീലിച്ചു പോയെന്ന്. 2 പ്രാവശ്യം ഉടുത്താൽ മതി. ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ആ ശീലങ്ങൾ മാറിക്കിട്ടും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എത്ര ശീലങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ തുണി ഉടുക്കേണ്ടത്? കമാ യുൽബസുൽ ഹയ്യുൽ അൽ ഇസാറത്തു. ജീവിതകാലത്ത് എങ്ങനെയാണോ തുണി ഉടുക്കേണ്ടത് അതേപോലെ തന്നെയാണ് മയ്യിത്തിനെ കഫൻ ചെയ്യിപ്പിക്കുമ്പോഴും. ആദ്യമായിട്ട് ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക്, എന്നിട്ടോ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക് ഒരു തുണി അങ്ങനെ മടക്കുക. പിന്നെ 2-ാമത്തെ തുണി എടുത്തിട്ട് അതേപോലെ തന്നെ മടക്കുക. 3-ാമത്തെ തുണിയും ഇതേപോലെ തന്നെ മടക്കുക. വളരെ സിമ്പിളാണ്,
മയ്യത്തിനും കഫൻ ചെയ്യാന്ന് പറഞ്ഞ വലിയ പ്രശ്നമുള്ള കേസൊന്നല്ല. മയ്യത്ത് കുളി നമ്മൾ പറഞ്ഞു വളരെ സിമ്പിളാണ്, ഒരു പ്രയാസമില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഒരാൾ സഹായിയായിട്ടുണ്ടായ സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ മയ്യത്ത് കുളി. ഇതേപോലെ തന്നെയാണ് കഫൻ ചെയ്യാന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല സഹോദരങ്ങളെ, വളരെ സുഖകരമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തലഭാഗത്ത് തുണി കുറച്ച് അല്പം കൂടുതലായിട്ട് നമ്മൾ ഇടേണ്ടതുണ്ട്. എന്നിട്ട് അതെന്തിനാണ്? കുറച്ച് തുണി കൂടുതലായിട്ട് നമ്മൾ ഇടുക. കാരണം ആ ഭാഗത്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, തലഭാഗത്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി കുറച്ച് തുണി കൂടുതലായിട്ട് നമ്മൾ ഇടുക. എന്നിട്ട് തലഭാഗത്ത് കെട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കാൽഭാഗത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ മയ്യത്തിന്റെ ശരീരത്തിലുള്ള കെട്ടുകൾ അതെല്ലാം ഖബറിലേക്ക് വെക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു മാറിടത്തിന്റെ ഭാഗത്ത് കെട്ടുന്നത്, അതേപോലെ തന്നെ ചന്തിയുടെ ഭാഗത്ത് കെട്ടുന്നത്, ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ അത് അഴിച്ചു കളയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇഹ്റാമിലായ ഒരു മനുഷ്യനാണെങ്കിൽ, ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാം ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ കെട്ടാൻ പാടില്ല. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീയുടെ മുഖമാണെങ്കിൽ അത് മറക്കാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സഹാബി ഇഹ്റാമിലായിട്ട് മരണപ്പെട്ട സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയുടെ മയ്യത്ത് അവിടെ നിന്ന് കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇഹ്റാമിലായിട്ടുള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ പ്രത്യേകമായിട്ട് മറവ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഫൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരോചിതമായിട്ട് നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മയ്യത്ത് കബറടക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല, അള്ളാഹിന്റെ അടുക്കുന്ന വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ഗസ്സലൽ മയ്യിത, ഒരാൾ മയ്യത്തിനെ എന്ത് ചെയ്തു? കുളിപ്പിച്ചു. നമ്മളെ പല ആളുകളും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നൊരു സംശയം ചോദിച്ചു. ഞാൻ നേരത്തെ ആദ്യമായി പറഞ്ഞ സംശയം അദ്ദേഹം ചോദിച്ച കാര്യമാണ്. അദ്ദേഹം വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ഉസ്താദ് ഞാൻ ഒരുപാട് നൂറുകണക്കിന് മയ്യത്തുകളെ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലൊക്കെ അത്തരത്തിൽ ചെയ്യുന്ന, ഒരു കൂലിയും ആഗ്രഹിക്കാതെ അള്ളാഹിന്റെ കൂലി മാത്രം ആഗ്രഹിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ അടുത്ത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട് ആലുവക്കടുത്ത്, എൻ്റെ നാടിൻ്റെ അടുത്തൊരു സഹോദരൻ മദീനയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു. നല്ലൊരു മരണമായിരുന്നു. ആ സഹോദരൻ്റെ ജീവിതം നമ്മൾ മാതൃകയാക്കേണ്ട ഒരു ജീവിതം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരെങ്കിലും മരണപ്പെട്ടു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആ മയ്യത്ത് ചിലപ്പോൾ അജ്ഞാതമായ മയ്യത്തായിരിക്കും, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കാം, അല്ലാത്തതായിരിക്കാം. എന്നാൽ മുസ്ലിമായ മയ്യത്താണെങ്കിൽ ഇദ്ദേഹം ചെയ്യും, ആ മയ്യത്തിനെ കുളിപ്പിച്ച് ആ മയ്യത്തിന് വേണ്ടി കഫൻ ചെയ്ത് അതിനു വേണ്ടി നിസ്കരിക്കും, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യും. ഇനി ആ മുസ്ലിം ആണെങ്കിലോ മാറി നിൽക്കൂല, അദ്ദേഹം ആ മയ്യത്തിന് വേണ്ട, ആ ബോഡിക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോയി. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, ചെറുപ്പക്കാരനാണ്. പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോയി. മക്കത്ത് നിന്നുകൊണ്ട് മദീനത്ത് ചെന്നു. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യമായ ഭൂമിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം കലിമ ചൊല്ലി നല്ല റാഹത്തായി മരണപ്പെട്ടു. ഇന്ന് അദ്ദേഹം ജന്നത്തുൽ ബഖീയിലാണ് അന്തിയുറങ്ങുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ആരെങ്കിലും മരിച്ചാൽ നമ്മൾ ഏറ്റെടുത്ത് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. പരിചയമില്ലാത്ത ആളാണെങ്കിലും നമ്മൾ ആ വിഷയം ശ്രദ്ധിക്കുക. നിബിധങ്ങൾ പറയാണ്, ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചു എന്നാൽ അയാളുടെ 40 ദോഷങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഒരാളൊരു മയ്യത്തിനെ കുളിപ്പിച്ചാൽ അയാൾ ചെയ്ത 40 തെറ്റുകളെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇനി ഒരാൾ ഒരു മയ്യത്തിനെ ഖബർ കുഴിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയെന്നാൽ
അയാൾക്ക് നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യന് അയാൾ ചെയ്തു കൊടുക്കുന്നത് ഒരു വീടാണല്ലോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഖബർ എന്ന് പറഞ്ഞാൽ കാലാകാലം കിടക്കേണ്ട വീടാണല്ലോ. അതുകൊണ്ട് ആ മയ്യത്തിന് കിടക്കാനുള്ള വീട് ഖബർ ഉണ്ടാക്കി കൊടുത്തത് കാരണത്താൽ ആഖിറത്തിൽ അല്ലാഹു തആല നാളെ ആ മനുഷ്യന് ഒരു വീട് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി വമൻ കഫനഹു, ഒരാളൊരു മയ്യത്തിന് വേണ്ടി കഫൻ പുടവ കൊടുത്തു. ഞാനൊരു പള്ളിയിൽ ചെന്ന സമയത്ത് അവിടെ കുറെ കഫൻ പുടവ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടപ്പോ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഈ പള്ളിയിൽ മരണപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി സ്വാലിഹായ ഒരു മനുഷ്യൻ ഹദിയ ചെയ്ത കഫൻ പുടവയാണ്. സാലിഹായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് കഫൻ പുടവ ഹദിയ അദ്ദേഹത്തിന്റെ വക. ഇന്നോ മരിച്ചു കഴിഞ്ഞ ചിലപ്പോൾ മക്കൾ വരെ തല്ലുകൂടുന്ന കാലഘട്ടമാണ്. പാപ്പാക്ക് കഫൻ പുടവകൾക്ക് വേണ്ടി അത് നീ പൈസ കൊടുത്തോ, നിന്റെ കയ്യിൽ നിന്ന് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോലും പേശുന്ന മക്കളുള്ള കാലഘട്ടമാണ്. വമൻ കഫനഹു, ഒരാൾ ഒരു മയ്യത്തിന് ഒരു കഫൻ പുടവ കൊടുത്താൽ കസാഹു അല്ലാഹു തആല യൗമൽ ഖിയാമത്തി മിൻ സുന്ദുസിൻ വസ്തബറക, പട്ടിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പട്ടിന്റെ തിളങ്ങുന്ന പുടവ ആ മനുഷ്യന് കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൽ നിന്നുകൊണ്ട് നമ്മൾ മാറി നിൽക്കരുത്, മുന്നോട്ട് വരണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. റജബുൻ ശഹറുല്ലാഹ് വ ശഅബാന ശഹരി വ റമദാന ഉമ്മത്തി എന്നാണല്ലോ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമാണ്, പവിത്രമായ മാസമാണ്. ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ